ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ദിസ് ഇസ് അശ്വതി രജത്ത്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബോട്ടോക്സ് ചെയ്യാൻ പോവാണ് നമ്മൾ. എൻ്റെ ഒറിജിനൽ ഹെയർ ടെക്സ്ചർ ഇങ്ങനെയല്ല, ശരിക്കും നല്ല കേളി ഹെയർ ആണ്. അതായത് നല്ല രസമുള്ള കേളി ഹെയർ ആണ്. എൻ്റെ മുടിനെ കുറിച്ച് ഞാൻ തന്നെ പൊഴുത്തി പറയുന്നതല്ല, ശരിക്കും പറഞ്ഞാൽ നല്ല രസമുള്ള കേളി ഹെയർ ആണ്. നമ്മൾ ഈ കേളി ഗേൾ മെത്തേഡൊക്കെ ഇല്ലേ, CGM മെത്തേഡ്, അതൊക്കെ ചെയ്യാനുള്ള ക്ഷമയുണ്ട്, അതിനൊക്കെയുള്ളൊരു സമയമുണ്ട്. അല്ലെങ്കിൽ അതൊക്കെ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല ബൗൺസ് ആയിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്ന അത്രയും നല്ല മുടിയാണ് ടച്ച് വുഡ് എനിക്കുള്ളത്. വുഡില്ല. പക്ഷേ എൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ എനിക്കത് അത്രയും മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ക്ഷമയില്ല, സമയമില്ല, താല്പര്യമില്ല. അപ്പോൾ പിന്നെ എനിക്ക് വന്നൊരു കഴിഞ്ഞ 2018 ഞാൻ ആദ്യമായിട്ട് കെരാറ്റിൻ ചെയ്യുന്നത്. കെരാറ്റിൻ ചെയ്തിട്ടുണ്ട്, സ്മൂത്തനിങ് ചെയ്തിട്ടുണ്ട്, കളറിങ് ചെയ്തിട്ടുണ്ട്. ബോട്ടോക്സ് ഞാൻ ആക്ച്വലി ഇതിപ്പോൾ 3rd ടൈമാണ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ ഹെയർ ഞാൻ ബോബ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, ആ സമയത്ത് കുറച്ചൊന്ന് വളർന്നു കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് ബോട്ടോക്സ് ചെയ്തു. ആ ബോട്ടോക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതൊട്ടും സ്റ്റേ ചെയ്തില്ല. അത് വേറൊരു സലൂണിൽ നിന്ന് ചെയ്ത്, അതൊട്ടും സ്റ്റേ ചെയ്തില്ല എന്ന് വെച്ചാൽ ഒരാഴ്ചേൻ്റെ ഉള്ളിൽ തന്നെ അത് വീണ്ടും നോർമൽ കേളിയായി മാറി. എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഇമ്മീഡിയറ്റ്ലി ചെയ്യാൻ നിന്നില്ല, ഒരു 6 months ഒക്കെ ഗ്യാപ്പ് കൊടുക്കണം കേട്ടോ. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ December 30th 31st പോയിട്ടാണ്, ന്യൂ ഇയറിന് തൊട്ട് മുമ്പാണ് ഞാൻ പോയിട്ട് ഇത് ചെയ്യുന്നത്, ഈ ബോട്ടോക്സ് ചെയ്ത്. അപ്പോൾ അത് ചെയ്തു. ഇപ്പോൾ 6 മാസമായി. ആൻഡ് നിങ്ങൾക്ക് ഇപ്പം കണ്ട അധികം ഭയങ്കര കേളി പോലെ തോന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇന്നലെ ഒരു വീഡിയോ എടുക്കാനായിട്ട് ഞാനൊന്ന് സ്ട്രെയിറ്റൻ ചെയ്തിരുന്നു. ഈ നമ്മൾ ഇപ്പം എന്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്താലും ഇതെല്ലാം കെമിക്കൽ ട്രീറ്റ്മെൻ്റ് ആണ്. ഇതിനൊന്നിനും ഞാൻ സപ്പോർട്ട് ചെയ്തൊന്നുമില്ല കേട്ടോ. എല്ലാം നമ്മുടെ ഹെയറിനെ ഡാമേജ് ആക്കുന്ന പരിപാടി തന്നെയാണ്. ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ്, അത്രയേ ഉള്ളൂ. ഇഷ്ടമുള്ളവർ ചെയ്യാം, ഇഷ്ടമില്ലാത്തവർ ചെയ്യേണ്ട, അത്രയേ ഉള്ളൂ. ആൻഡ് ഇത് നമ്മൾ ഇപ്പം എന്ത് ബോട്ടോക്സ് ചെയ്തു എന്ന് പറഞ്ഞാലും പുതിയതായിട്ട് വരുന്ന മുടി ഉണ്ടല്ലോ, അത് നമ്മുടെ ഒറിജിനൽ ടെക്സ്ചറിലേ വരത്തുള്ളൂ, അതങ്ങനെ വരുള്ളൂ. നമ്മൾ ഓൾറെഡി ഉള്ള ഹെയർ ആണ് നമ്മൾ ഈ പറയുന്ന പോലെ നീട്ടും ചുരുട്ടും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഒറിജിനൽ ഹെയർ വരുമ്പോൾ എൻ്റെ ഇവിടുന്ന് ഇപ്പോൾ ഇതേ ഒരു കാണിച്ചുതരാം, മനസ്സിലാവുന്നുണ്ടോ? ഇത്രയും ഹെയർ എനിക്ക് ഇവിടെ വരെ, ഇവിടെയല്ല കുറച്ചും കൂടെ ഉണ്ട്, ഇത്രയും വന്നിട്ട് എനിക്ക് കേളിയാണ്. ബാക്കിയുള്ള ഹെയർ കണ്ടോ, ഇത് നമ്മുടെ ഇങ്ങനെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ടോ ഇരിക്കുന്നത്. സോ ഞാൻ വിചാരിച്ചു ഇപ്പോൾ 6 മാസമായി, എന്നാൽ പോയിട്ട് ഒന്ന് ടച്ചപ്പ് അല്ല, ഇപ്പോൾ ചെയ്യുമ്പോൾ അവർ എന്തായാലും ഫുള്ളായിട്ട് ചെയ്യും, അപ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചു. ആൻഡ് ഓൾസോ നമുക്ക് കളറിങ് ചെയ്യാം. ഞാൻ എപ്പോഴും ചെയ്യുന്നത്, പേര് ഞാൻ ഓർക്കാറില്ലടാ, പക്ഷേ ഈ ഒരു കളർ എപ്പോഴും ഹെയറിൽ ചെയ്യുന്നത്. അതായത് ഇവിടെ കുറച്ചുകൂടെ കാണാം, ഇത് കണ്ടോ, ഈ ഒരു കളറാണ് എപ്പോഴും ചെയ്യുന്നത്. അപ്പോൾ എനിക്കിപ്പോൾ തോന്നി കുറച്ചുകൂടെ വിസിബിളായിട്ട്, ഈ പ്രായം കൂടുന്നതിൻ്റെ ഓരോ പ്രാന്തെന്നാണ് ഞാൻ എന്നെ തന്നെ വിശേഷിപ്പിക്കാറുള്ളത്. അപ്പോൾ കാരണം എന്താ വെച്ചാലുണ്ടല്ലോ, നമ്മൾ നമ്മുടെ ഒരു ചെറുപ്പ പ്രായത്തിലൊക്കെ പാരൻസ് പറയുന്നത് മാത്രം കേൾക്കുന്നു. കുറച്ചും കൂടെ മുതിർന്നൊരു കല്യാണപ്രായമൊക്കെ എത്തിക്കഴിയുമ്പോൾ ഹസ്ബൻഡിൻ്റെയും കൂടെ താല്പര്യത്തിനനുസരിച്ച് മാത്രം കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുമുണ്ട്. ഞാൻ ഓഫ് കോഴ്സ് അഭിപ്രായം ചോദിക്കാറുണ്ട്, പക്ഷേ തീരുമാനം എൻ്റെ ആയിരിക്കും. അപ്പോൾ അവസാനം നെഞ്ച് ചോദിക്കാറുണ്ട്, പിന്നെ എന്തിനാണ് എന്നോട് ഈ അഭിപ്രായം ചോദിക്കുന്നത്? എനിക്ക് ഈ തോന്നലൊക്കെ ഉണ്ട്, അത് എൻ്റെ 30s കഴിഞ്ഞിട്ടാണ്. അതായത് എൻ്റെ പൈസ, എൻ്റെ മുടി, എൻ്റെ ഇഷ്ടം, ഇതുകൊണ്ട് വേറെ ഒരു മൂന്നാമതൊരാൾക്ക് അല്ലെങ്കിൽ ഒരു രണ്ടാമതൊരാൾക്ക് ഒരു ബുദ്ധിമുട്ടും ഞാൻ ഉണ്ടാക്കുന്നില്ല. അപ്പോൾ പിന്നെ വൈ നോട്ട്? ഈ ഒരു തോട്ട് എനിക്കുണ്ടായത് 30s കഴിഞ്ഞപ്പോഴാണ്. ഈ 30 കഴിയുമ്പോൾ ഉണ്ടാവുന്ന കുറച്ച് ജ്ഞാനോദയം, 40 കഴിയുമ്പോൾ ഇതിലും കുറച്ച് വൈൽഡ് ആയിരിക്കാം, ഐ ഡോണ്ട് നോ. പക്ഷേ എന്താണെങ്കിലും ലിവ് ഇൻ ദ മൊമെൻറ്റ്, അത്രേ ഉള്ളൂ. ഇത്രയൊക്കെ ഞാൻ ഇപ്പോൾ എന്നാത്തിനാണ് പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ നമ്മൾ കുറച്ച് വിസിബിൾ ആയിട്ടുള്ള കളർ അടിക്കാം. പക്ഷേ എനിക്ക് ആ കളർ ചെയ്യുമ്പോൾ ഞാൻ ഇതുവരെ ഭയങ്കര അത്ര എടുത്ത് കാണിക്കുന്ന രീതിയിൽ ഒരു കളറും ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ എന്തായാലും ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ അതെനിക്ക് ചേരുന്നില്ല എന്ന് വെച്ചോ, കുറച്ച് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും പോയിട്ട് നമുക്ക് ബ്ലാക്ക് എണ്ണ അടിക്കാം. കളർ ചെയ്യാൻ തന്നെ നമുക്കൊരു 1.5 മണിക്കൂർ എടുക്കും. ബോട്ടോക്സ് ചെയ്യാനൊരു, അവർ സാധാരണ പറയും 2 to 3 hours ആണ്. പക്ഷേ എനിക്ക് എല്ലാ പ്രാവശ്യവും എക്സ്പീരിയൻസ് ഉള്ളത് 5 മണിക്കൂർ എന്തായാലും എടുക്കും. 5 കൂടിയാലേ ഉള്ളൂ. അപ്പോൾ ഞാൻ പ്രിപ്പയർഡ് ആയിട്ടാണ് പോയേക്കുന്നത്. എനിക്ക് കുറച്ച് വർക്ക് ചെയ്ത് തീർക്കാനുണ്ട്, അതിനുള്ളത് ഞാൻ എടുത്തിട്ടുണ്ട്. എൻ്റെ ഐപാഡ് എടുത്തിട്ടുണ്ട്, ആൻഡ് ബുക്സ് എടുത്തിട്ടുണ്ട് വായിക്കാനായിട്ട്. കാരണം എപ്പോഴും ഈ സ്ക്രീൻ നോക്കിയിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ബുക്സ് എടുത്തിട്ടുണ്ട്. ഐ എം ഫുള്ളി പ്രിപ്പയർഡ് ആയിട്ടാണ് പോകുന്നത്. എന്തൊക്കെയാവും എന്നുള്ളത് നോക്കാം. പെരിമീറ്ററിലേക്കാണ് പോകുന്നത്. ആദ്യമായിട്ടാണ് ഞാൻ അപ്പോയിൻമെൻ്റ് ഒന്നും എടുക്കാതെ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ സ്ലോട്ട് ഉണ്ടാകുമെന്ന് ഒരു ഗ്യാരണ്ടി ഇല്ല. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ചെയ്തപ്പോൾ 3,999 ആയിരുന്നു, ഇത് 4,000 ആയിരുന്നു വാങ്ങിയത്. ഇപ്പോൾ കൂടിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ എന്നൊന്നും അറിയത്തില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ ഇന്നൊരു 6-7 മണിക്കൂറത്തെ പരിപാടിയുണ്ട്. ഇന്ന് പോസ്റ്റ് ആവാൻ എൻ്റെ കൂടെ വരുന്നത് നിൽക്കുന്ന മനുഷ്യനാണ്. കാണുന്നുണ്ടോ? രഞ്ജുനെ ഇന്ന് ലീവാണ്. ലീവുള്ള ദിവസം സാധാരണ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യുന്ന പുറത്തു പോകുന്നതൊക്കെ, ഞങ്ങൾ തമ്മിലുള്ള ഞങ്ങളുടെ ഒരു ടൈം ഉള്ളത് രഞ്ജു ലീവുള്ള ദിവസങ്ങളിലാണ്. ഞാൻ പിന്നെ വീട്ടിലിരുന്ന് തന്നെയുള്ള വർക്ക്, അപ്പോൾ പിന്നെ ഞാൻ എപ്പോഴും വീട്ടിലുണ്ട്.
അപ്പോൾ പക്ഷെ ഇന്ന് നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട, ഇത് ചെയ്യാം എന്ന് വിചാരിച്ചു. ആൻഡ് രഞ്ജു എന്തായാലും 6-7 മണിക്കൂറൊന്നും അവിടെ വന്നിരുന്ന് പോസ്റ്റ് ആവാനൊന്നും പോകുന്നില്ല. 2 മണിക്കൂറൊക്കെ ഇരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം 2 മണിക്കൂർ ആൾ എൻ്റെ കൂടെ ഉണ്ടാവും. അത് കഴിയുമ്പോൾ ബാക്കി വീഡിയോസൊക്കെ ഞാൻ തന്നെ സെൽഫ് ഷൂട്ട് ചെയ്യുന്നതായിരിക്കും. എത്രത്തോളം എടുക്കാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല. പറ്റുന്ന അത്രയും വിഷ്വൽസ് ആഡ് ചെയ്ത് തരാം. ഇതെന്താണ് പരിപാടി, എങ്ങനെയാണ് ബോട്ടോക്സ് ചെയ്യുന്നത്, ഇതിനു മുമ്പ് ചെയ്തിട്ടില്ലാത്ത അത്ര ആളൊക്കെ ആണെങ്കിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ തുടർന്ന് കാണാം കേട്ടോ. ശരി, വാ. നല്ല ചൂട്. ആദ്യമൊക്കെ ഉണ്ടല്ലോ എനിക്ക് പബ്ലിക്കിൽ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോഴേ ആരിലൊക്കെ നോക്കുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് നാണം തോന്നും. ഷൂട്ട് ചെയ്യാനൊക്കെ ഒരു മടി തോന്നും. അപ്പം അതില്ല, പ്രായം കൂടുന്നവരും കുറച്ച് ആരെയും നമ്മൾ മറ്റുള്ളവരെ കുറച്ചധികം കെയർ ചെയ്യാത്തൊരിതിലെത്തും. കഴിക്കാതെ കയറി കഴിഞ്ഞാലേ അത്രയും മണിക്കൂർ ഇരിക്കേണ്ടതല്ലേ. ചിലപ്പം ഫുഡൊന്നും കഴിക്കാൻ തോന്നിയില്ലെങ്കിൽ, അത്ര കംഫർട്ടബിൾ അല്ലെങ്കിൽ, ഈ മുടിയൊക്കെ വെച്ചിട്ടുള്ള പരിപാടിയല്ല, അപ്പം അതിൻ്റെ ഇടയിലും ചിലപ്പോൾ ഫുഡ് കഴിക്കാൻ തോന്നിയെന്ന് വരില്ല. അപ്പം അങ്ങനെ ആകുമ്പോൾ ശരിയാവില്ല. അപ്പം അതിലും അതിപ്പോൾ ഒരു ചായ കുടിച്ചിട്ട് കയറുന്ന. വേണ്ട, ഒന്നും വേണ്ട. നല്ല ഉണ്ടാ വട കഴിക്കില്ല. അധികം ആളൊന്നുമില്ല, തിങ്കളാഴ്ചയാണ്. സോ തിരക്കൊന്നുമില്ല, സമാധാനമായിട്ടില്ല. ഇതിനു മുമ്പ് ബോട്ടോക്സ് ചെയ്തിട്ടില്ലാത്തവർ, അതായത് ചെയ്യണോ വേണ്ടെന്നൊക്കെ ആലോചിച്ചിരിക്കുന്നവർക്ക് വേണ്ടി, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്രോസസ്സ് എന്താണെന്ന് അറിയാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടി ഈ വീഡിയോ നല്ല യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. കാരണം ഞാൻ ഇതിൽ ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട്. अच्छा, वो पहले कलर करके करेगा तो फेड होगा पानी, पहले कलर कर किया तो फेड होगा। ट्रीटमेंट के बाद कर सकते हैं, लेकिन थोड़ा गैप करना पड़ेगा 10 days में से। ട്രീറ്റ്മെന്റ് ചെയ്ത് 10 ദിവസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അത് കളർ ഫേഡ് ആവും. ये लाइटर हो जाएगा ट्रीटमेंट के बाद, और कलर किया तो ज्यादा कलर देंगे। ഓക്കെ, എന്താ ചെയ്യണ്ടേ? അപ്പം നമുക്കിന്ന് കളർ ചെയ്യാൻ പറ്റത്തില്ല. അവർ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നിപ്പോൾ കളർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ബോട്ടോക്സ് ചെയ്യുമ്പോഴത്തേക്കും ആ കളർ നന്നായിട്ട് ഫെയ്ഡ് ആവും. അപ്പോൾ നമ്മൾ കളർ ചെയ്തതിൻ്റെ വലിയ ആ സെയിം കളർ നമുക്ക് കിട്ടത്തില്ല, അത് യൂസ് ഇല്ലാതെ പോകും. അപ്പോൾ അതുകൊണ്ട് അവർ പറയുന്നത് ഒരാഴ്ചയോ അല്ല 10 ദിവസമൊക്കെ കഴിഞ്ഞതിന് ശേഷം വന്ന് കളർ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. അപ്പോൾ ഇന്ന് നമുക്ക് ബോട്ടോക്സ് മാത്രം ചെയ്യാം. സോ ഇവർ ഇതുവരെ ചെയ്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നന്നായിട്ട് ഹെയർ വാഷ് ചെയ്ത്, അതായത് ഷാംപൂ വാഷ് ചെയ്ത് കണ്ടീഷണറും അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ട് സെക്ഷൻ ചെയ്തിട്ട് ഇവരത് ഫുൾ ഡ്രൈ ചെയ്യുന്നുണ്ട്, കംപ്ലീറ്റ് ഡ്രൈ ചെയ്യുന്നുണ്ട്. ഈ വീഡിയോയിലുണ്ടല്ലോ ഞാൻ ഫുൾ സ്റ്റെപ്സ് കവർ ചെയ്തിട്ടുണ്ട്. സോ ലാസ്റ്റ് വരെ കാണുക. ബോട്ടോക്സ് മാത്രമല്ല, ബോട്ടോക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 3 days കഴിയുമ്പോൾ ഹെയർ വാഷ് ചെയ്യാൻ പറയുന്നുണ്ട്. വാഷ് ചെയ്തതിന് ശേഷമുള്ള ലുക്കും കൂടി ഇതിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവർ അപ്ലൈ ചെയ്യുന്നതാണ് ഈ അതിൻ്റെ ക്രീമിൻ്റെ പേര് ടെക്നിക്കലി എനിക്ക് അറിയത്തില്ല, പക്ഷേ ബോട്ടോക്സിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു നീല കളറുള്ള ക്രീം. ഈ ക്രീമിന് നല്ല ഹാർഡ് സ്മെല്ലാണ് കേട്ടോ, ഭയങ്കര ഷാർപ്പായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ളൊരു സ്മെല്ലാണ്. ഇത് ഇവർ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതേ കണ്ടില്ലേ, അത്രയും ചെറിയ സെക്ഷൻസ് ആണ് എടുക്കുന്നത്. എന്നിട്ട് റൂട്ട് തൊട്ട് എൻഡ് വരെ അവരത് കംപ്ലീറ്റ്ലി അപ്ലൈ ചെയ്ത് പിടിപ്പിക്കുകയാണ് കേട്ടോ. എൻ്റെ ഒരു സജഷൻ എന്നാണെന്നറിയോ, നിങ്ങൾ ബോട്ടോക്സ് ചെയ്യാൻ പോകുന്നുണ്ട്, അല്ലെങ്കിൽ കെരാറ്റിൻ ആണെങ്കിലും അതെ കേട്ടോ, ഇതുപോലെ ഹാർഡായിട്ടുള്ള സ്മെല്ലുള്ള ക്രീമാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ നിങ്ങൾ മാസ്ക് എന്തെങ്കിലും വെച്ചിട്ട് പോകണം കേട്ടോ. ഞങ്ങൾ സലൂണിൽ പോയത് ഒരു വീക്ക് ഡേ ആയിരുന്നു, അതും രാവിലെ ആയപ്പോൾ ഒരു 10-11 മണിയൊക്കെ ആയപ്പോഴാണ് പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം ആരും ഉണ്ടായിരുന്നില്ല. ഈ ക്രീം ഫുൾ അവർ അപ്ലൈ ചെയ്തതിന് ശേഷം ഉണ്ടല്ലോ, ഇവരത് കവർ ചെയ്ത് വെക്കും. ഇങ്ങനെ കവർ ചെയ്ത് വെച്ചിട്ട് ഇത് ഇവിടെ തൊട്ട് നമ്മുടെ വെയിറ്റിംഗ് പീരീഡ് ആരംഭിക്കുകയാണ് കേട്ടോ. ഇത് 1 മണിക്കൂറാണ് തലയിൽ വെക്കുന്നത്. ഓക്കെ, ഒരു 15 minutes to 1 hour ആണ് ഇത് തലയിൽ വെക്കുന്നത്. ഈ സമയത്തൊക്കെ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ പോകുമ്പോൾ പ്രിപ്പയർഡ് ആയിട്ട് പോവുക. ബുക്സോ ഫോണോ എയർപോഡോ എന്താണോ വേണ്ടത് അതൊക്കെ എടുത്തിട്ട് വെൽ പ്ലാൻഡ് ആയിട്ട് പോവുക. ഞാനിത് ഈ ബുക്കാണ് കൊണ്ടുപോയത്, KR മീരേൻ്റെ ആ മരത്തെയും മറന്നു ഞാൻ. എത്ര പേര് ഈ ബുക്ക് വായിച്ചിട്ടുണ്ട്? ഞാനിത് വാങ്ങിയിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് വായിക്കാൻ സമയം കിട്ടില്ല. അപ്പോൾ തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ സലൂണിൽ പോയത്
ആയതുകൊണ്ട് അങ്ങനെയും കൂടി ഒരു ഉപകാരം ഉണ്ടായി. പക്ഷേ കുറച്ച് നേരം വായിച്ചപ്പോഴത്തേക്കുണ്ടല്ലോ ഇവരിങ്ങനെ ഈ തലയിലല്ല ഇങ്ങനെ നല്ല മസാജും തലയിൽ ഇങ്ങനെ മുടിയൊക്കെ വലിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പ്രഷറോ ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പം തന്നെ എനിക്ക് കുറച്ച് ഉറക്കമൊക്കെ വരുന്നുണ്ടായിരുന്നേ. ബുക്കും കൂടെ വായിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും എനിക്കിത് ഭയങ്കരമായിട്ട് ഉറക്കം വരാൻ തുടങ്ങി. പിന്നെ കുറേ നേരം നമുക്കിങ്ങനെ കണ്ടിന്യൂസ് ഇരിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ കളറിങ് ചെയ്യുന്നില്ല എങ്കിൽ പോലും ബോട്ടോക്സ് തന്നെയാണെങ്കിലും നമുക്ക് സമയമെടുക്കും. ഇതാണ് കേട്ടോ എൻ്റെ ഡ്രസ്സ്. ഒരു കഫ്താൻ ഡ്രസ്സ് പോലത്തെ അങ്ങനത്തെ എന്തോ ഒരു ടൈപ്പ് ഡ്രസ്സ്. കാണുമ്പോൾ ഒരു നൈറ്റ് പോലെയൊക്കെ തോന്നും, പക്ഷേ ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഞാനിത് ഇട്ട് വന്നപ്പോൾ എനിക്ക് ആദ്യം ചോദിച്ചതാ ഇതെന്താ നൈറ്റി ആണോ എന്നുള്ളത്. ഇതിന് പോക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ലൂസായിട്ട് ഒരു വീനൊക്കെ ആയിട്ട് വരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഡ്രസ്സാണ്. എൻ്റെ ഒരുപാട് പഴയൊരു ഡ്രസ്സാണ്. പക്ഷേ ഇപ്പോഴും അതേപോലെ ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ വന്ന് ഒരുപാട് നേരം ഇരിക്കുകയൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് ജീൻസ് ഒന്നും ഇടാൻ തോന്നിയില്ല. കംഫർട്ടബിൾ ആയിട്ടുള്ള എന്തെങ്കിലും കുറച്ച് ലൂസ് ആയിട്ടുള്ള ഡ്രസ്സ് ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഈ ഡ്രസ്സ് ഇടുന്നത്. എന്തായാലും ഞാൻ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉലാത്തുന്നുണ്ടായിരുന്നു. ഒരുപാട് നേരം കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുമ്പോഴും ഒരു ബുദ്ധിമുട്ടാണ്. എന്നിട്ട് കുറച്ച് നേരം അങ്ങനെ ഇങ്ങനെയൊക്കെ നടന്നു. എങ്ങനെയെങ്കിലും ഒരു 1 അവർ പോകണമല്ലോ. ഞാൻ അവിടെ ഒരു പരിപാടിക്ക് വന്നതാണെങ്കിലും ഇവിടെ പോസ്റ്റ് ആകാനായിട്ട് മാത്രം അറിഞ്ഞുകൊണ്ട് വന്ന ആളാണ് രഞ്ജു. ഞാൻ പറഞ്ഞു കുറേ കഴിഞ്ഞപ്പോൾ പൊക്കോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൾക്ക് വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കാമല്ലോ, ഒരു ദിവസമല്ലേ ലീവുള്ളൂ. പക്ഷേ ഇല്ല, പോകുന്നില്ല എന്ന് പറഞ്ഞു. എൻ്റെ ഉറക്കം തൂങ്ങിയുള്ള ഇരുത്തും ഞാനും ആകെ ബോറടിച്ചിരിക്കുകയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞു. ഇനി ചെയ്യുന്ന ഇതാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ്. ഇവിടെയൊക്കെയാണ് മാസ്ക് കൊണ്ടാകാത്തത് എന്ത് മണ്ടത്തരമായി എന്നെനിക്ക് തോന്നിയത്. എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുവാണ് ഞാൻ അവരോട് ചോദിച്ചിരുന്നെങ്കിലും അവരൊരു മാസ്ക് തരുമായിരുന്നിരിക്കാം. ഇതുണ്ടല്ലോ, ഇത് നമ്മൾ ആ തലയിൽ അപ്ലൈ ചെയ്ത ക്രീമില്ലേ, ആ ക്രീം കഴുകി കളയാതെയാണ് ഇത് ഡ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര ഹാർഡായിട്ടുള്ള സ്മെല്ലാണെന്ന് മാത്രവുമല്ല, ഈ നല്ല പുക വരുന്നുണ്ട്. നമ്മുടെ മുടി ഇങ്ങനെ ഉണക്കുമ്പോൾ ആ ക്രീം അതിൽ വെച്ചോണ്ട് തന്നെയാണല്ലോ ഈ ഇങ്ങനെ ഡ്രൈ ചെയ്യുന്നത്. അപ്പൊ എന്ത് പറ്റുന്ന വെച്ചാൽ നല്ലോണം പുക വരുന്നുണ്ട്. എനിക്ക് കണ്ണ് തുറക്കാനൊന്നും പറ്റുന്നില്ല. ഇത് കണ്ടോ, ഇത്രയധികം പുക വരുന്നുണ്ട്. നമ്മുടെ മുടിയിൽ നിന്നാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കണ്ണ് തുറക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ എങ്ങനെയൊക്കെ വീഡിയോ എടുത്ത് ഒപ്പിക്കുകയാണ് ചെയ്തത്. ഇതിന് ഒരുപാട് സമയം എടുക്കും കേട്ടോ. എനിക്ക് തോന്നുന്നൊരു അരമണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂറോളം സമയം എടുത്തിട്ടാണ് അവരത് ഒന്ന് ഡ്രൈ ചെയ്യുന്നത്. ഈ ഡ്രൈ ചെയ്തതിന് ശേഷം ഇതേപോലെയുള്ള ചെറിയ ചെറിയ സെക്ഷൻസ് ആയിട്ട് എടുത്തിട്ട് ഇത് അയൺ ചെയ്യും. ഇത് ഞാൻ എഡിറ്റ് ചെയ്തിട്ടില്ല. നിങ്ങളൊന്ന് നോക്കിക്കേ എത്ര നേരമാണ് ആ ഒരു ചെറിയ സെക്ഷൻ അവർ അയൺ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. പിന്നെയും വലിച്ച് അയൺ ചെയ്തുകൊണ്ടിരിക്കുക. നല്ല ഹീറ്റ് കൊടുക്കുന്നുണ്ടെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ആ മുടി ഉണ്ടല്ലോ അതിങ്ങനെ അവർ അയൺ ചെയ്തതിന് ശേഷം ഇങ്ങനെ താഴേക്ക് വിടില്ലേ, അപ്പോൾ എനിക്ക് ചെവിയൊക്കെ ഭയങ്കരമായിട്ട് പൊള്ളുന്ന അത്രയും ചൂടെടുക്കുന്നുണ്ടായിരുന്നു. ഈ ബോട്ടോക്സ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഓരോ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് എന്ത് നല്ലതാണെന്ന് പറഞ്ഞാലും ഇതെല്ലാം കെമിക്കൽസ് അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ ഒറിജിനൽ ഹെയർ ടെക്സ്ചറിനെ ബ്രേക്ക് ചെയ്ത് അയൺ ചെയ്തൊക്കെ എടുക്കുന്നതാണ്. ഇതൊരു രീതിയിലും ഈ വീഡിയോസ് ഒന്നും കണ്ടിട്ട് ആരും ഇതിനൊന്നും ഇറങ്ങി പുറപ്പെടരുത്. ഞാൻ പിന്നെ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എനിക്കങ്ങനെ പ്രത്യേകിച്ചൊരു എന്താ പറയുക, എൻ്റെ മുടി സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുന്ന കാണാനാണ് എനിക്കിഷ്ടം. എന്നെ അങ്ങനെ കാണാനാണ് എനിക്കിഷ്ടം. അതേപോലെ തന്നെ എൻ്റെ കേളി ഹെയർ നിങ്ങൾ കണ്ടതാണല്ലോ, അതെനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ഒരു കാരണങ്ങളൊക്കെ കൊണ്ടാണ് ഞാൻ ഈ നല്ലതല്ല എന്നറിഞ്ഞിട്ടും ഈ പരിപാടിക്ക് നിൽക്കുന്നത്. അപ്പം ഇപ്പം ഈ ഹെയർ വന്നിട്ട് അവർ നന്നായിട്ട് ഡ്രൈ ചെയ്ത് ക്രീം വെച്ച് ഡ്രൈ ചെയ്ത് പിന്നീട് ഓരോ സെക്ഷൻ എടുത്ത് അയൺ ചെയ്തതാണ് ഈ കാണുന്നത്. ഈ സ്റ്റെപ്പ് വരെ കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാണ് നമ്മുടെ മെയിൻ സ്റ്റെപ്പ്. ഇത് കഴിഞ്ഞു അപ്പോഴത്തേക്കും തന്നെ ഒരു 4-4.5 മണിക്കൂർ ആയിട്ടുണ്ടായിരുന്നു. കാരണം എന്താണെന്നറിയോ, ഓരോ മുടി ഇങ്ങനെ അത്രയും കുഞ്ഞ് സെക്ഷൻ ആക്കിയിട്ട് ഓരോ സെക്ഷനിൽ ഒരു 10-15 പ്രാവശ്യമൊക്കെയാണ് ഇട്ട് അയൺ ചെയ്യുന്നത്. അത്രയും ഈ ഒരു സമയമൊക്കെ എന്തായാലും ആയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അങ്ങനെ കഷ്ടപ്പെട്ട് ഉണക്കി നീട്ടിയെടുത്ത മുടിയുണ്ടല്ലോ അവരതങ്ങ് വാഷ് ചെയ്തു. അപ്പോഴാണ് ആ ക്രീം കഴുകി കളയുന്നത്. ആ ഒരു സ്റ്റെപ്പിലാണ് എനിക്കുണ്ടല്ലോ എൻറ്റയർ പ്രോസസ്സ് ഒരു 5-5.25 മണിക്കൂർ കൊണ്ട് കഴിഞ്ഞു കേട്ടോ. ഈ സമയത്തെങ്കിലും തീർന്നതിൻ്റെ കാരണം ഇവർ 2 പേര് നിന്നിട്ടാണ് ചെയ്തത്. ഇതേ സമയം നിങ്ങൾ ചെല്ലുന്ന സമയത്ത് ഒരാളാണ് ഈ ഒരു എൻറ്റയർ പ്രോസസ്സ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 6-7 മണിക്കൂറൊക്കെ പ്രതീക്ഷിച്ചോളൂ. എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വാഷിങ്ങും കഴിഞ്ഞ് എയർ ഡ്രൈയും കൂടെ ചെയ്തു തന്നു. പിന്നീട് അവർ അയൺ ചെയ്യുന്നൊന്നുമില്ല. അതാണ് ലാസ്റ്റ് സ്റ്റെപ്പ് ഉണ്ടായിരുന്നത്. ഈ 5.5 മണിക്കൂറും ഒരു പരാതിയും പറയാതെ എനിക്ക് കമ്പനി തന്ന ഇങ്ങനെയാണ് എൻ്റെ ഹീറോ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും നന്നായിട്ട് ടയർഡായിട്ടുണ്ടായിരുന്നു, നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഇനി നമുക്ക് 3 ദിവസം കഴിഞ്ഞിട്ട് കാണാം. ഹലോ, ഇന്ന് ബോട്ടോക്സ് ചെയ്തിട്ട് ഡേ 3. ഓക്കെ, എന്നോട് 2 ദിവസം കഴിഞ്ഞിട്ടാണ് വന്ന് വാഷ് ചെയ്യാൻ പറഞ്ഞത്. അവിടെ തന്നെ ചെന്നിട്ട് വാഷ് ചെയ്യാൻ അവർ പറഞ്ഞേ. അപ്പോൾ എനിക്ക് ഇന്നലെ പോകാൻ പറ്റിയില്ല. സോ ഇന്ന് നമ്മൾ പോവാണ്. പക്ഷേ ഇന്ന് പോകാറായപ്പോഴത്തേക്കും മുടി കണ്ടോ, എനിക്ക് മുടി ഇങ്ങനെ ഒട്ടി ഈ എണ്ണ പിടിച്ചിരിക്കുന്ന പോലെ ഇരിക്കുന്ന ഒട്ടും പറ്റാത്ത കാര്യം. എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ മൂഡിനെയൊക്കെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത് കണ്ടോ, ഇതിങ്ങനെ ഭയങ്കരമായിട്ട് ഓയിലി ആയ പോലെ ശരിക്കും പശു നക്കിയ പോലെ തന്നെ ഉണ്ട്. ഇപ്പം ഒരു സംശയവും ഇല്ല. നമുക്കിതൊന്ന് വാഷ് ചെയ്യണം. ഈ നമ്മുടെ ഹെയർ ഉണ്ടല്ലോ, നമ്മളിങ്ങനെ 3-4 ദിവസം വാഷ് ചെയ്യാതെ വെക്കുമ്പോൾ ഇത്ര ഇങ്ങനെ ഓയിലി പോലെ ആവില്ല, ഇങ്ങനെ ഒട്ടി വരില്ലേ. അങ്ങനെ വരുമ്പോൾ നമുക്ക് മുടി കൊഴിച്ചിൽ കൂടും കേട്ടോ. അപ്പം നമ്മളിപ്പോൾ ഇത് പോയിട്ട് വാഷ് ചെയ്യണം. അത്യാവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഷാമ്പു വാഷ് ചെയ്ത്
ഡ്രൈ ചെയ്യേ ഉണ്ടാവുള്ളൂ. അത് ഇവിടെ നിന്ന് തന്നെ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ അവർ പറഞ്ഞു പറ്റില്ല, അവിടെ നിന്ന് തന്നെ ചെയ്യണമെന്ന് പറഞ്ഞത്. എന്താ സംഭവം എന്ന് എനിക്ക് ഓർമ്മയില്ല. ഇന്നാളൊക്കെ എന്തായിരുന്നു ചെയ്തതെന്ന് എനിക്ക് ഓർമ്മയില്ല. മേ ബി അത് ഈ ഒരു ഫസ്റ്റ് വാഷ് എന്ന് പറയുന്നത് ഇതിൻ്റെ കൂടെ ഒരു കോംപ്ലിമെൻ്ററി പോലെ ആയതുകൊണ്ടെങ്ങാനും ആയിരിക്കാം. ബട്ട് എനിവേസ് ഇവിടെ തന്നെ ആയിരുന്നു ഞാൻ ഇന്നലെ എന്തായാലും വാഷ് ചെയ്യുമായിരുന്നു. സോ ഇന്ന് പോവാം. ഇന്നിപ്പോൾ എൻ്റെ കൂടെ ചിക്കു വരുന്നുണ്ട്. ചിക്കുന് ലീവാണ്, ഇന്ന് ഹോളിഡേ ആണ്. അപ്പം ആൾ പറഞ്ഞു ആൾക്കം വരണമെന്ന് പറഞ്ഞു. സൂപ്പർ. സേ ഹായ്. ഹായ്. ലിപ് ബാം ഇച്ചിരി കൂടുതലുണ്ട്. ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്യുമോനു. ലെറ്റ്സ് ഗോ. ഇഷ്ടമായോ? എത്തിയോ? ഇന്ന് കാര്യമായ പരിപാടിയൊന്നുമില്ല. വാഷ് ചെയ്യുക, ഡ്രൈ ചെയ്യുക, അത്രേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ആക്ച്വലി നമ്മുടെ അടുത്ത് ഒരു സൾഫേറ്റ് ഫ്രീ ഷാമ്പു ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ വീട്ടിൽ വെച്ച് ചെയ്യാവുന്നേ ഉള്ളൂ. അവിടെ തന്നെ വീണ്ടും പോകണം എന്ന് നിർബന്ധമൊന്നുമില്ല. അവർ ജസ്റ്റ് വാഷ് ചെയ്തതിന് ശേഷം കണ്ടീഷണർ അപ്ലൈ ചെയ്തു. ഷാമ്പു വാഷ് ചെയ്തതിന് ശേഷം കണ്ടീഷണർ അപ്ലൈ ചെയ്തിട്ട് പിന്നെ ഡ്രൈ ചെയ്ത് തരികയാണ് ചെയ്തത് കേട്ടോ. ഞാനങ്ങനെ ഒരു പെർട്ടിക്കുലർ ഷാമ്പു എന്നുള്ള രീതിയിലൊന്നും യൂസ് ചെയ്യാറില്ല. ഞാൻ ഇങ്ങനെ ഷാമ്പൂസ് ഒക്കെ മാറ്റിക്കൊണ്ടേയിരിക്കും കേട്ടോ. ഞാൻ ബേസിക്കലി ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഒരു ഷാമ്പു യൂസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. എനിക്ക് ഒരുപാട് മാസം, അതായത് 6-7 മാസമൊക്കെ എൻ്റെ ഹെയർ അങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കിടക്കും. നമ്മുടെ പുതിയ വരുന്ന ഹെയർ ഈ പറഞ്ഞതുപോലെ ഒറിജിനൽ ടെക്സ്ചറിൽ വരുന്നത് കൊണ്ട് എഗെയിൻ വന്ന് ചെയ്യുന്നു എന്നുള്ളതാണ് ആക്ച്വലി. സോ ഇതാണ് ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായോ? കുറ്റിച്ചൂല് പോലെ ഉണ്ട് അല്ലേ? ഇങ്ങനൊരു കമൻറ്റ് എൻ്റെ ഇതിന് മുമ്പ് ഒരു വീഡിയോയിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മുടി എന്താ കുറ്റിച്ചൂല് പോലെ ഇരിക്കുന്നതെന്ന്. പക്ഷെ എന്താ അറിയില്ല, എനിക്കിങ്ങനെ കുറ്റിച്ചൂല് പോലെ കൊണ്ടു നടക്കാനാണ് താല്പര്യം. നിങ്ങൾക്ക് ഈ ലുക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് എന്തായാലും കമൻറ്റ് വഴി അറിയിക്കാൻ മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ദിസ് ഇസ് അശ്വതി രജത് ആൻഡ് വിഹാൻ രജത് സൈനിങ് ഔട്ട്. ടാറ്റാ ബൈ.